നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും തീർത്ഥാടനത്തിന് പോയി. ആത്മീയ കാര്യങ്ങൾ പറഞ്ഞും കാഴ്ചകൾ കണ്ടും അവർ നടന്നു. യാത്രാമധ്യേ ഒരു മലമുകളിൽ ചെറിയൊരു മൺകുടിൽ കെട്ടി അല്പനാൾ അവർ അവിടെ താമസിച്ചു. ഒരു ദിവസം ഭിക്ഷയെടുത്ത് തിരികെ വരുമ്പോൾ വലിയ കാറ്റും മഴയും ഉണ്ടായി. ഏറെ പ്രയാസപ്പെട്ട് മല കയറി അവർ കുടിലിനടുത്തെത്തി. ശക്തമായ കാറ്റിൽ കുടിലിൻ്റെ 1/4 ഭാഗവും തകർന്നു കിടക്കുന്നത് അവർ കണ്ടു. ശിഷ്യന് വല്ലാതെ ദുഃഖം വന്നു. അയാൾ ഈശ്വരനെ പഴിക്കാൻ തുടങ്ങി. ആകെയുണ്ടായിരുന്നൊരു കുടിൽ തകർത്തു കളഞ്ഞല്ലോ ഭഗവാനെ, നിന്നെ ഭജിച്ചാൽ ഇതാണോ ഫലം എന്നെല്ലാം പറഞ്ഞു. അതേസമയം ഗുരു നോക്കുമ്പോൾ കുടിലിൻ്റെ ചെറിയൊരു ഭാഗം പൊളിഞ്ഞിട്ടില്ല എന്ന് കണ്ടു. ഗുരു പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് കരുണാമയനാണ്, ഞങ്ങൾക്കായി ചെറിയൊരു ഭാഗം നീ കാത്തു സൂക്ഷിച്ചുവല്ലോ. എന്നിട്ട് ശിഷ്യനോട് പറഞ്ഞു, ഈ രാത്രി കഴിച്ചു കൂട്ടാൻ ഇത്രയും സ്ഥലം തന്നെ നമുക്ക് ധാരാളം. നമുക്കില്ലാത്തത് എന്താണെന്ന് കണ്ടുപിടിച്ച് ദുഃഖിക്കാതെ ഈശ്വരൻ നമുക്ക് എന്തെല്ലാം നൽകി എന്ന് തിരിച്ചറിഞ്ഞ് ഈശ്വരനോട് നന്ദി പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. സമസ്ത ലോകങ്ങളും ആശ്വസിക്കയും ചെയ്തു. അക്കാലം ജാനകിക്കു ഗർഭവുമുണ്ടായി വന്നു. പുഷ്കരനേത്രൻ താനും പ്രീതി പൂണ്ടരുളിനാൻ. പൗരുഷമായ ധാമം ധരിച്ചു സീതാദേവി. പൗരന്മാരാനന്ദവും ധരിച്ചാരതു കാലം. അങ്ങനെ മരുവുന്നാളേകഥ രഘുവരൻ അങ്കനാശിരോമണി തന്നോടു ചോദ്യം ചെയ്തു. വല്ലഭേ, നിനക്കിപ്പോൾ ഗർഭമുണ്ടല്ലോ, തവ വല്ലതും അഭിരുചിയുള്ളതു പറയണം. ഗർഭിണിമാർക്കു വാഞ്ഛയുള്ളതു നൽകിയിടാഞ്ഞാൽ അർഭകന്മാർക്കോരോരോ കുറ്റങ്ങളുണ്ടായി വരും. ദുർലഭമെന്നാകിലും ഞാനതു നൽകിയിടുവൻ. ചൊല്ലു നീ മനോരഥമെന്നോടു മടിയാതെ. അടുത്തതായി രാമായണ ദർശനം. ശ്രീരാമന്റെ ഭരണത്തിൽ പൗരജനങ്ങൾ ആനന്ദിച്ചു. സീത ഗർഭിണിയായി. ഒരു ദിവസം ശ്രീരാമൻ സീതയോട് പറഞ്ഞു, ഗർഭിണിയായ നിനക്ക് എന്തിനോടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയണം, അത് സാധിച്ചു തരാമെന്ന്. കുഞ്ഞ് ആരോഗ്യമുള്ളതായിരിക്കാൻ ഗർഭിണി എപ്പോഴും സന്തോഷമായിരിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് രാമായണ സന്ദർഭത്തെ വിവരിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി.
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാജപദവിയിൽ വളരെ സന്തോഷമായി ശ്രീരാമചന്ദ്രൻ കഴിയുകയാണ്. എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ 4 മാസക്കാലം കടന്നുപോയി. ആ സമയത്ത് അക്കാലം ജാനകിക്കു ഗർഭവുമുണ്ടായി വന്നു. പുഷ്കരനേത്രൻ പ്രീതി പൂണ്ടരുളിനൻ. പൗരുഷമായ ധാമം ധരിച്ചു സീതാദേവി. പൗരന്മാരാനന്ദവും ധരിച്ചാരതുകാലം. അങ്ങനെ മരുവുന്നാളേകദാ രഘുവരൻ അങ്കനാശിരോമണി തന്നോടു ചോദ്യം ചെയ്തു. അക്കാലം സീത ഗർഭിണിയായി തീർന്നു. പുഷ്കരനേത്രനായ രാമനാകട്ടെ അത്യന്തം സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. കളിപ്പാട്ടിൽ പൗരുഷമായ ധാമം ധരിച്ചു സീതാദേവി എന്നൊരു പദം കാണുന്നുണ്ട്. പൗരുഷം എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിക്കുന്ന, പുരുഷൻ്റെ എന്നൊക്കെയാണ് അർത്ഥം. പുരുഷനാകട്ടെ പൂർണ്ണനാണ്. പൂർണ്ണം അനേന സർവമിതി പുരുഷ. എല്ലാം എന്തിനാൽ ആരാൽ പൂർണ്ണമാണോ അവനാണ് പുരുഷൻ, ഈശ്വരൻ. അപ്പം പൗരുഷമാം ധാമം, ധാമം സ്ഥാനം, സ്വരൂപം എന്നൊക്കെ അർത്ഥം. പൂർണ്ണ പുരുഷോത്തമനായ അല്ലെങ്കിൽ പൂർണ്ണനായ ശ്രീരാമൻ്റെ, മഹാവിഷ്ണുവിൻ്റെ ധാമത്തെ, സ്വരൂപത്തെ, സ്ഥാനത്തെ ധരിച്ചു സീതാദേവി. ഒന്നുകിൽ ശ്രീരാമ തേജസ്സാകുന്ന ഗർഭത്തെ സീതാദേവി ധരിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ ഈശ്വരൻ്റെ ധാമം, വാസസ്ഥാനത്തെ എല്ലാ നിലയ്ക്കും സീതാദേവി പരിപാലിച്ചു എന്ന് പറയാം. ഇപ്പോൾ രാജകൊട്ടാരത്തെയും ശ്രീരാമൻ്റെ അന്തഃപുരത്തെയും എല്ലാം ധരിച്ച് പരിപാലിച്ചു. കേവലം സീതയുടെ സാന്നിധ്യമാത്രത്താൽ അതെല്ലാം പോഷിപ്പിക്കപ്പെട്ടു എന്നൊക്കെ അനേക അർത്ഥങ്ങൾ പറയാം. പൗരജനങ്ങളെല്ലാം അക്കാലം രാമൻ്റെ ഭരണത്തിൽ ആനന്ദിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള കാലത്തൊരു ദിവസം അങ്കനാശിരോമണിയായ, സ്ത്രീകളുടെ, സുന്ദരിമാരുടെ ശിരോമണിയായ, ശിരസിൽ ധരിക്കേണ്ടുന്ന മണിയായ, മുത്തായ സീതയോട് രാമൻ ചോദിക്കുകയാണ്, വല്ലഭേ നിനക്കിപ്പോൾ ഗർഭമുണ്ടല്ലോ തവ, വല്ലതും അഭിരുചിയുള്ളതു പറയണം. ഗർഭിണിമാർക്കു വാഞ്ചയുള്ളതു നൽകിയിടാഞ്ഞാൽ അർഭകന്മാർക്കോരോരോ കുറ്റങ്ങളുണ്ടായി വരും. ദുർലഭമെന്നാകിലും ഞാനതു നൽകിയിടുവൻ, ചൊല്ലു നീ മനോരഥമെന്നോടു മടിയാതെ. ഹേ വല്ലഭേ, നീ ഇപ്പോൾ ഗർഭിണിയാണല്ലോ. നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെന്നോട് പറയൂ. ഗർഭിണികൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കപ്പെടണം. അല്ലാഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും. താത്പര്യം വലിയൊരു ശ്രദ്ധേയമായ വിഷയമാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഗർഭധാരണ സമയത്ത് പതിയുടെയും പത്നിയുടെയും സങ്കല്പങ്ങൾ, അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ, അത് ഗർഭസ്ഥ ശിശുവെ വളരെ സ്വാധീനിക്കുന്നു. അതുപോലെ അഥവാ അതിലുപരിയായിട്ട് ഗർഭകാലത്ത് ഒരു ഗർഭിണി സന്തോഷത്തോടു കൂടി കഴിയണം. അവളുടെ മനസ്സിൻ്റെ സന്തോഷവും ശാന്തിയും അതൊക്കെയാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നിദാനം. ഒരിക്കലും ഗർഭിണി ദുഃഖിക്കാനോ വ്യാകുലപ്പെടാനോ ഉദ്വേഗപ്പെടാനോ ഒന്നും ഇടയാവരുത്. ശാന്തമായ മനസ്സോടുകൂടി ഒരു ഗർഭിണിക്ക് കഴിയാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഗർഭിണികൾ കഴിയുന്നിടം വിദ്യാലയം പോലെയോ ദേവാലയം പോലെയോ പരിശുദ്ധമാകണമെന്നൊക്കെ പറയുന്നത്.
ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വേദത്തിൽ പോലും ഭാവയിത്രീ സാ ഭാവയിതവ്യ, സന്താനത്തെ ഗർഭത്തിൽ ഭാവിപ്പിക്കുന്നവളായ സംരക്ഷിക്കുന്നവളായ ഗർഭിണി മറ്റുള്ളവരാൽ സന്തോഷിപ്പിക്കപ്പെടേണ്ടവളാണ് എന്ന് പരാമർശമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഗർഭിണിയുടെ മനസ്സിനൊരു ക്ലേശവും ഉണ്ടാവരുത്, അവരുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടണം. അല്ലാത്ത പക്ഷം അത് ഗർഭസ്ഥ ശിശുവിനെയാണ് ബാധിക്കുന്നത്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനും അവരെ സംസ്കരിച്ചെടുക്കാനൊക്കെ അവർ വളർന്ന് വലുതായതിന് ശേഷം ശ്രമിക്കാറുണ്ട്. ഏറ്റവും പ്രധാനം ഗർഭത്തിൽ ശിശു കഴിയുന്ന കാലഘട്ടത്തിലുള്ള നമ്മുടെ പരിചരണമാണ്, ആ സമയത്തുള്ള നമ്മുടെ ചിന്തകളാണ്. അനന്തരം കുഞ്ഞ് ചെറിയ പ്രായത്തിൽ പ്രത്യേകം പരിഗണിക്കപ്പെടണം. ഇവിടെ ഗർഭിണിയുടെ മനസ്സെപ്പോഴും സമാധാനപൂർണ്ണമാകണം, സന്തോഷയുക്തമാകണം. അതാണ് സന്ദേശം. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ആ ഗൃഹത്തിലുള്ള മറ്റെല്ലാവരുടെയും, പ്രത്യേകിച്ച് പതിയുടെയും കർത്തവ്യമാണ്. അതുകൊണ്ട് ശ്രീരാമൻ പറയുകയാണ്, ഗർഭിണിമാർക്ക് എന്താണോ വാഞ്ചയുള്ളത് അത് നൽകണം. നൽകാഞ്ഞാൽ അതിൻ്റെ ദോഷം കൊണ്ട് അർഭകന്മാർക്ക്, കുട്ടികൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടാവും. അതുണ്ടാവരുത് എന്നർത്ഥം. ഇങ്ങനെ സീതയോട് തൻ്റെ അഭിവാഞ്ച എന്തെന്ന് അന്വേഷിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ആ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഒരിക്കൽ പ്രജാപതി ദേവന്മാർക്കും മനുഷ്യർക്കും അസുരന്മാർക്കും ദ എന്ന അക്ഷരം ഉപദേശമായി കൊടുത്തു. ദ എന്ന ഉപദേശ അക്ഷരം കൊണ്ട് ഓരോരുത്തരും പഠിച്ചതിനെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ. ആയിരത്തി 1922 മഹാനായ ഇംഗ്ലീഷ് കവി T.S. എലിയറ്റ് ഒരു കാവ്യം എഴുതി. ദ വേസ്റ്റ് ലാൻഡ് എന്നാണ് അതിൻ്റെ പേര്. അതിലൊരു വരി സംസ്കൃതത്തിലെ ഒരു വരിയാണ്. ദാമ്യത ദത്ത ദയധ്വം എന്നാണ് ആ വരി. അതിൻ്റെ അർത്ഥം നിയന്ത്രിക്കുക, കൊടുക്കുക, കരുണ കാട്ടുക, ദയ കാട്ടുക എന്നാണ്. ഇത് മഹാനായ ഇംഗ്ലീഷ് കവി T.S. എലിയറ്റ് എഴുതാനുള്ള കാരണം ഒരു പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ കണ്ടിട്ട് അതിനൊരു പ്രതികരണം എന്ന നിലയിലായിരിക്കാം എഴുതിയത്. ഈ ആശയം പക്ഷേ എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, ഈ വരി എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വളരെ സമൃദ്ധമായ വൈദിക സാഹിത്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഏറ്റവും പ്രസിദ്ധമായ ഒരു ഉപനിഷത്താണ് ബൃഹദാരണ്യകോപനിഷത്ത്. ആ ഉപനിഷത്തിലാണ് ഈ മന്ത്രം വരുന്നത്. ഏതത്രയം ശിക്ഷേത് ദമം ദാനം ദയാമിതി എന്നും അവിടെ പറയുന്നുണ്ട്. ഈ 3 തത്വങ്ങൾ പഠിക്കൂ എന്നാണ് പറയുന്നത്. എന്തെല്ലാം തത്വങ്ങൾ? ദമം, ദാനം, ദയ. ഇതിൻ്റെ പിന്നെ ഒരു കഥയുണ്ട്, ഉപനിഷത്തിൽ തന്നെ പറയുന്നു. ഒരിക്കൽ ദേവന്മാരും മനുഷ്യരും അസുരന്മാരും പ്രജാപതിയുടെ അടുത്ത് ചെന്നിട്ട് ഉപദേശം തേടി. അപ്പോൾ ഈ പ്രജാപതി 3 പേർക്കും കൊടുത്ത ഉപദേശം ഒന്നായിരുന്നു, ഒരക്ഷരമായിരുന്നു, ദ എന്നുള്ളൊരക്ഷരം. അതിനുശേഷം ദേവന്മാർ പ്രജാപതിയെ സമീപിച്ചപ്പോൾ പ്രജാപതി ചോദിച്ചു, നിങ്ങൾ എന്ത് മനസ്സിലാക്കി എൻ്റെ ഉപദേശത്തിൽ നിന്ന് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മനസ്സിലാക്കിയത് ദമം എന്ന പാഠമാണ്, നിയന്ത്രണം എന്ന പാഠം, ഇന്ദ്രിയ നിയന്ത്രണം എന്ന പാഠമാണെന്ന്. പിന്നെ പ്രജാപതി മനുഷ്യരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ദ എന്നുള്ള ആ അക്ഷരത്തിൽ നിന്ന് എന്ത് പാഠമാണ് പഠിച്ചത്? അപ്പം മനുഷ്യർ പറഞ്ഞു, ഞങ്ങൾ ദാനം എന്നുള്ള പാഠമാണ് പഠിച്ചത്. കൊടുക്കുക, ഷെയറിങ്, പങ്കുവയ്ക്കുക എന്ന പാഠമാണ് പഠിച്ചത്. പിന്നെ അസുരന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് പാഠമാണ് ദ എന്നുള്ള ഈ അക്ഷരത്തിൽ നിന്ന് പഠിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പഠിച്ച പാഠം ദയ എന്നുള്ള പാഠമാണ്. മറ്റുള്ളവരോട് കരുണയോടുകൂടി പെരുമാറുക. അപ്പോൾ ഈ 3 വാക്കുകളുടെയും തുടക്കത്തിലെ അക്ഷരം ദ എന്നാണല്ലോ. അപ്പോൾ ഈ ദ എന്നുള്ള വാക്കിൽ നിന്ന് 3 പേരും 3 പാഠങ്ങൾ പഠിച്ചു. ഇതിന് കാരണം പൗരാണികമായി പറയുകയാണെങ്കിൽ ഈ
ദേവന്മാർ സുഖഭോഗികളാണ്. അവർക്ക് ധാരാളം ഇന്ദ്രിയ സുഖങ്ങൾ സ്വർഗത്തിൽ അനുഭവിക്കാൻ ലഭിക്കുന്നു. സ്വർഗത്തിൻ്റെ വർണ്ണനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവിടെ എപ്പോഴും സുഖങ്ങളാണ്. അപ്പോൾ ഇവർ ഈ സുഖത്തിൽ മുഴുകി 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 ജീവിക്കുകയാണ്. അത് അവരുടെ അധപ്പതനത്തിന് കാരണമാകും. അതുകൊണ്ട് അവരോട് ദാ എന്ന് പറഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കി നമ്മൾ കുറച്ച് ദമം പാലിക്കണം. എന്താണ് ദമം എന്നുള്ളതിൻ്റെ അർത്ഥം? അതിനൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, പരിഭാഷ. അതിൻ്റെ ഒരു നിർവചനം തത്വബോധം എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ളത് ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹ എന്നാണ്. നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായ ഈ ബാഹ്യേന്ദ്രിയങ്ങളെ ആ ഇന്ദ്രിയങ്ങൾക്ക് സുഖം നൽകുന്ന വിഷയങ്ങളിൽ അധികം അങ്ങോട്ട് വ്യാപരിപ്പിക്കാതെ, അതിൽ മുഴുകാതെ അതിനെ നിയന്ത്രിക്കുന്നതിനെയാണ് ദമം എന്ന് പറയുക. അപ്പോൾ ദേവന്മാർ ഇതെപ്പോഴും ഇൻഡൾജൻസ് എന്ന് പറയുന്ന ആ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആയ ഈ മുഴുകലിൽ, സുഖഭോഗങ്ങളിൽ മുഴുകലിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരത് തടഞ്ഞാൽ അവർക്ക് അവരുടെ ശാന്തിയും സമാധാനവും ശക്തിയും എല്ലാം വീണ്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് അവരത് പഠിച്ചു. മനുഷ്യരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പാദിച്ചു കൂട്ടുക എന്നുള്ളതാണ് മനുഷ്യരുടെ ഒരു സ്വാഭാവികമായ പ്രവൃത്തി. അത് അവനെ ചിന്താകുലനാക്കുന്നു, അവനെ അസ്വസ്ഥനാക്കുന്നു. എപ്പോഴും സമ്പാദിക്കുക എന്നുള്ളൊരു ചിന്തയിൽ അവൻ്റെ ജീവിതം മുഴുവനും നഷ്ടമാകുന്നു. അപ്പോൾ അവനോട് ദേവൻ പറയുന്നു, അല്ലെങ്കിൽ പ്രജാപതി പറയുന്നു, നീ എപ്പോഴും സമ്പാദിക്കുകയല്ല ചെയ്യേണ്ടത്, നീ കൊടുക്കുകയും ചെയ്യുക എന്ന്. അപ്പോൾ ഇതിൽ സമ്പാദിക്കരുതെന്നുള്ള അർത്ഥമല്ല. വേദങ്ങളിൽ തന്നെ പറയും ശതഹസ്ത സമാഹര സഹസ്രഹസ്ത വികര എന്ന്. 100 കൈ കൊണ്ട് സമ്പാദിച്ചുകൊള്ളുക, പക്ഷേ 1000 കൈ കൊണ്ട് വിതരണം ചെയ്യുക, ദാനം ചെയ്യുക എന്ന്. അപ്പോൾ മനുഷ്യൻ്റെ ഈ കൂട്ടിവെക്കുക എന്നുള്ള ആ പ്രവണതയ്ക്ക് ഒരു വിരാമമിട്ട് കിട്ടുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുക എന്നുള്ളൊരു സന്ദേശം ഇതിൽ നിന്ന് കിട്ടി. നമ്മുടെ അമ്മയുടെ മുമ്പിൽ നമുക്ക് ചെല്ലുമ്പോൾ കാണാവുന്ന ഏറ്റവും വലിയൊരു സംഭവം ഇതാണ്. അമ്മയ്ക്ക് ധാരാളം ലഭിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അമ്മയ്ക്ക് ആൾക്കാർ എന്തെല്ലാമാണ് കാഴ്ചവെക്കുന്നത്, എന്തെല്ലാമാണ് സംഭാവന ചെയ്യുന്നത്. പക്ഷേ അമ്മ എന്താണ് ചെയ്യുന്നത്? അത് മുഴുവനും ലോകത്തിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. കൊടുക്കുക എന്നുള്ള ആ സന്ദേശമാണ് അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അമൃതസേതു അമൃതപുരിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത്, ആ പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത്, അമൃതപുരിയുടെ സന്ദേശം കൊടുക്കുക, കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന്. അപ്പോൾ നമ്മൾ മനുഷ്യർക്കുള്ള സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഈ ദാനം, കൊടുക്കുക. പിന്നെ അസുരന്മാരോട് പറയുന്ന സന്ദേശം, അവർക്ക് കിട്ടിയ സന്ദേശം, ദാ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപദേശിച്ചത്. പക്ഷേ അവർക്ക് അതിൽ നിന്ന് കിട്ടിയ സന്ദേശം ദയധ്വം, ദയ എന്നുള്ള സന്ദേശമാണ്. കാരണം അവർ ക്രൂരന്മാരാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. അപ്പോൾ അത് അവരുടെ നാശത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ് അവർ എല്ലാവരോടും ദയ കാണിക്കണം എന്നുള്ള ഒരു പാഠം പ്രജാപതിയുടെ അദ്ദ എന്ന വാക്കിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ഈ ഉപനിഷത്ത് ഈ ഒരു കഥ പറയുമ്പോൾ ഇത് ഏതോ ഒരു ലോകത്തുള്ള ദേവന്മാരോടും ഏതോ ഒരു ലോകത്തുള്ള അസുരന്മാരോടും ഈ ഭൂമിയിലുള്ള മനുഷ്യരോടും പറയുന്ന ഒരു ഉപദേശമായി മാത്രം നമ്മൾ കാണരുത്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഈ ദേവനുമുണ്ട്, അസുരനുമുണ്ട്, മനുഷ്യനുമുണ്ട്. ഭഗവത്ഗീതയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ദേവാസുര സമ്പദ് വിഭാഗ യോഗം എന്നൊരു അധ്യായമുണ്ട്. അതിൽ മനുഷ്യരുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവിക ഗുണങ്ങളെയും ആസുര ഗുണങ്ങളെയും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ ദേവനും അസുരനും ഒക്കെ മനുഷ്യനിൽ തന്നെയുണ്ട്. ഒരു മനുഷ്യനുമുണ്ട് നമ്മളിൽ, ഒരു ദേവനുമുണ്ട്, ഒരു അസുരനുമുണ്ട്. അപ്പോൾ ഈ സുഖഭോഗങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ വ്യാപരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ദേവന്മാർ പഠിച്ച ദമം എന്ന പാഠം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക. അതുപോലെ നമ്മൾ ക്രൂരമായി പെരുമാറുവാൻ നമുക്കൊരു പ്രവണത ഉണ്ടാകുമ്പോൾ ഈ അസുരന്മാർ പഠിച്ച ആ ദയ എന്നുള്ള പാഠം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആ നമ്മളുടെ ഉള്ളിലുള്ള അസുരനെ അമർത്തുക. അതുപോലെ നമ്മളിലുള്ള മനുഷ്യൻ്റേതായ ഒരു ദൗർബല്യമായ ഈ കൂട്ടിവെക്കൽ, സമ്പാദിച്ച് കൂട്ടിവെക്കൽ എന്നുള്ള ആ ഒരു ശീലം നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നിയാൽ അപ്പോൾ നമ്മൾ പ്രജാപതിയിൽ നിന്ന് മനുഷ്യർ പഠിച്ച ദാനമെന്നുള്ള ആ പാഠം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് നമ്മൾ കൂടുതൽ സംഭരിക്കുക മാത്രം ചെയ്യാതെ കുറച്ചൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക, ദാനം ചെയ്യുക എന്നുള്ള ആ ഒരു ജീവിതശൈലിയിലേക്ക് മാറുക. അങ്ങനെ ഈ പാഠത്തിൽ നിന്ന്, ഈ കഥയിൽ നിന്നുള്ള കിട്ടുന്ന പാഠത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ സമഗ്രമായി വികസിപ്പിക്കുവാനും പരിപൂർണതയിലേക്ക് നയിക്കുവാനും നമുക്ക് സാധിക്കും. അതിനായി നമ്മൾക്കുള്ള ഈ ഉപദേശങ്ങൾ, ഉപനിഷത്തിൻ്റെയൊക്കെ സന്ദേശങ്ങൾ നമുക്ക് വഴികാട്ടികളാകട്ടെ. ഓം അമൃതേശ്വരി നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
शङ्खकपाल भूषणधरौ मुक्तास्तिमालाधरौ देवौ द्वारवति श्मशाननिलयौ नागारि गोवाहनौ द्वित्रैक्षौ बलि दक्षयज्ञमदनौ श्रीशैलजावल्लभौ पापं मे हरतां जनार्दनहरौ श्रीवत्सगङ्गाधरौ श्रीवत्सगङ्गाधरौ श्रीवत्सगङ्गाधरौ